അങ്ങനെ ഒരു വിഷുക്കാലം കൂടി വന്നു. കൊച്ചിലെ തൊട്ടേ വിഷു ആകുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. രാവിലെ കണ്ണു തുറക്കാതെ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് പോയി വിഷുക്കണി കാണുന്നതും അച്ഛൻ കൈനീട്ടം തരുന്നതും എല്ലാം ഭയങ്കരമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴാണ് ഇതെല്ലാം മിസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് ഇതെല്ലാം തലേ ദിവസമേ സെറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടാവുന്നത്. അങ്ങനെ ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ഒരു കുട്ടി വിഷുക്കണി ഞങ്ങൾ സെറ്റ് ചെയ്തു. രാവിലെ വിഷുക്കണിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. ഞങ്ങളുടെ വീട്ടിലേക്ക് മാറിയിട്ടുള്ള ഫസ്റ്റ് വിഷു ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ വിഷു നല്ല സ്പെഷ്യൽ ആയിരുന്നു. ഇതാണ് ഗുരുവായൂരപ്പൻ ടെമ്പിൾ. ഇവിടെ ആകെക്കൂടുള്ള ഒരു മലയാളി ടെമ്പിൾ ആണ് ഇത്. വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും കാണില്ല എന്ന് വിചാരിച്ചാണ് അവിടെ ചെന്നത്. പക്ഷെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിലെല്ലാം തൊഴുത് പ്രസാദം എടുത്തോണ്ട് ഇറങ്ങി. അമ്പലത്തിൽ ശരിക്കും പായസം ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ കൂടുതലായതുകൊണ്ട് ഞങ്ങൾക്ക് അത് കിട്ടിയില്ല. അവിടെ ഞങ്ങൾ വീട്ടിലെത്തി ഒരു കുട്ടി സദ്യ സെറ്റ് ചെയ്തു. ഇതുപോലുള്ള ഫെസ്റ്റിവൽസ് വരുമ്പോഴാണ് എസ്പെഷ്യലി നമുക്ക് പേരൻസിനൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പോൾ എവിടെയാണോ അവിടെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അതാണ് ഇപ്പോൾ ഞങ്ങളുടെ മെയിൻ മോട്ടോ. അങ്ങനെ ഒരു കുട്ടി വിഷു ആയിരുന്നു ഞങ്ങളുടേത്.